ത്രിയേക ദൈവത്തിന് സ്തുതി. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സ്വഭാവത്തിലും സുഗന്ധത്തിലും അനിവാര്യമായ മാറ്റം എന്നർത്ഥം വരുന്ന രൂപാന്തരം എന്ന വാക്കിലാണല്ലോ കുറുവാക്യം അവസാനിക്കുന്നത്. വല്ലാതെ മനസ്സലിവുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവീക പദ്ധതിയെ ജീവിതത്തോട് തുന്നിച്ചേർക്കുവാനാണ് പൗലോസ്ലീഹ നമ്മോട് പറയുന്നത്. അതിനായും അതുമൂലവും ഈ ലോകം ഭരിക്കാത്ത ഹിതങ്ങൾക്ക് കാവലാകുവാൻ നമുക്കും സാധിക്കണം. ഇതൊരുപാട് ഉത്തരങ്ങളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുവാനെന്നോണം കുറേയേറെ ഉത്തരങ്ങളുള്ള ഒരു കാലമാണ്. അവിടെ ശരീരവും മനസ്സും സുഖപ്പെടുത്താനും സുഖമുള്ളതാക്കുവാനും ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട്. എന്നാൽ ഇവയെല്ലാം ശാശ്വതമാണോ എന്നുള്ളതാണ് ചോദ്യം. ശരീരങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളതാകുവാൻ ഈ വചനം ഇന്നത്തെ കാലത്തോട് പറയുമ്പോൾ അത് ബുദ്ധിക്കതീതമായ ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കാത്ത ഒരു കൂട്ടത്തോടാണ് എന്നോർക്കണം. ദൈവത്തിന് പ്രസാദമുള്ള ശരീരം എന്നല്ല ഇന്ന് നാം ചിന്തിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള ശരീരമാക്കണം എന്നുമല്ല ഇന്ന് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രസാദം നൽകുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം എന്നുള്ളതായി ഇപ്പോൾ. അല്ലെങ്കിലും ദൈവത്തെ തേടിയിറങ്ങുന്നത് പണ്ടൊരാൾ മല കയറാൻ പോയതുപോലെയാണല്ലോ. മല കയറണമെന്നത് കുഞ്ഞുനാൾ മുതൽക്കേ ആഗ്രഹമുള്ള ഒരാളുണ്ട്. അയാളുടെ ജീവിതത്തിൽ അയാൾ അതിന് സമയം കണ്ടെത്തുകയാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് പലപ്പോഴും അതങ്ങനെ വൈകി. ഒടുവിൽ മധ്യവയസ്സ് കഴിഞ്ഞപ്പോൾ അയാൾ മല കയറാൻ അടിവാരത്തെത്തി. പല വഴികളുണ്ട് മുമ്പിൽ. സത്യം ഒന്നാണ്, അതിലേക്ക് അനേക വഴികളുണ്ട് എന്നതുപോലെ. ഗിരിശിക ഒന്നേയുള്ളൂ, അതിലേക്ക് പല വഴികളുണ്ട്. ഒരു വഴിയുടെ തുടക്കത്തിലെത്തി കാത്തുനിന്നു. മലയിൽ നിന്ന് ഇറങ്ങി വന്ന ആളോട് ചോദിച്ചു, എങ്ങനെയാണ് മല കയറ്റത്തിൻ്റെ അനുഭവം? അയാൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഒക്കെ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് ഈ മനുഷ്യൻ അടുത്ത വഴിത്തലക്കിലെത്തി. അവിടെയുള്ള കച്ചവടക്കാരോട് അഭിപ്രായങ്ങൾ ശേഖരിച്ചു. ഇങ്ങനെ ഓരോ വഴിക്ക് മുൻപിലും എത്തി ആരോടൊക്കെയോ വിവരങ്ങൾ തേടി. യാത്രയുടെ തയ്യാറെടുപ്പുകൾ, വഴിയിലെ തടസ്സങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും അറിവ് നേടി. ഒടുവിൽ അയാൾ ഒരു തീരുമാനത്തിലെത്തി. അതെ, മലകയറ്റത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തിനാണ് മല കയറുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ ദൈവാന്വേഷണവും. ലോകം നൽകുന്ന സന്ദേശങ്ങളിൽ എവിടേക്കോ നമ്മൾ തട്ടി വീഴുന്നുണ്ട്. ലോകത്തിൻ്റെ അത്ര ശാശ്വതമല്ലാത്ത ബുദ്ധിക്കും വിവേകത്തിനും നന്മയില്ലായ്മയ്ക്കും അപൂർണതകൾക്കും നമ്മൾ പലപ്പോഴും തട്ടി വീഴാറായിട്ടുണ്ട്. ഈ യാത്രയിൽ ഏത് ചൂണ്ടുപലക തേടണം എന്നുള്ളത്, ഏത് വഴിയിൽ കൂടെ യാത്ര ചെയ്യണമെന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം കൂടെയാണല്ലോ. ദൈവഹിതം തിരിച്ചറിയുവാൻ കുറെ കൂടെ ജീവനും വിശുദ്ധിയുമുള്ള ശരീരങ്ങളായി നാം മാറണം. ജീവനും വിശുദ്ധിയുമുള്ള ഏതൊരിടവും മറ്റൊന്നിനെയും ജീവനും വിശുദ്ധിയുമുള്ളതുപോലെ ആക്കും. ദൈവത്തോട് അനുരൂപപ്പെട്ട് ലഭിക്കുന്ന നന്മയും പ്രസാദവും പൂർണ്ണതയും നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കട്ടെ. എന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമുക്ക് വേണ്ടുന്നത്. പിന്നെയോ നമ്മുടെ പ്രവൃത്തികളിൽ നിരന്തരം പ്രസാദമുണ്ടാകുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് വേണ്ടുന്നത്.
ആ ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള മനസ്സ് പുതുക്കലിൻ്റെ രൂപാന്തരം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമേൻ.